നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉഷാറായിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ഷാജാൻ ചേട്ടൻ, നസീറിക്ക, നസീസിക്ക. പിന്നെ കഴിഞ്ഞ എപ്പിസോഡായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ലെറ്റ്സ് വെൽക്കം ബാബു ആന്റണി ചേട്ടൻ. ചേട്ടൻ വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ എനർജി. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഉണ്ട്. ഓക്കെ, ഒരു രണ്ട് വാക്ക് ബാബുച്ചേട്ടനെ കുറിച്ച് പറയാനുള്ളതുകൊണ്ട് മിക്കവരുടെയും ധാരണ ബാബുച്ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. ബാബുച്ചേട്ടൻ്റെ അടുത്ത് പോകാൻ നമ്മൾ കുറച്ച് പേടിക്കണം. ഇത്രയ്ക്കും ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എപ്പോൾ കണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചുള്ള ബാബുച്ചേട്ടൻ എവിടെയെങ്കിലും പോയിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഗസ്റ്റ് കൂടിയാണ്. സത്യം സത്യം സത്യം. ഞങ്ങളുടെ ഇത് ഐറ്റം വേറെ ആദ്യത്തെ ഐറ്റം ഗസ്റ്റ്. ഹലോ മഞ്ഞുവെൽ ടീം, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ഉഷാറായിരുന്നു. ഈ എപ്പിസോഡ് നമ്മൾ ഉഷാറാക്കും. എന്നാ നസീർക്ക് ഒരു സങ്കടം പോലെ? എന്തിനാ താമസം? നമുക്ക് ചിരിക്കണ്ടേ? ചിരിക്കണം ചിരിക്കണം. ചിരിക്കാൻ വേണം. വേണം. ആളെ വിളിക്കട്ടെ. നസീർക്ക് ഒരു കാര്യം പറഞ്ഞ പിന്നെ ഞാൻ ഒരു സെക്കൻഡ് പോലും വേഗത്തില്ല അപ്പീലില്ല. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഐറ്റം പുറത്ത് റെഡി ആയതുകൊണ്ട് കുട്ടേട്ടൻ ടീമാണ്. വിളിക്കട്ടെ. പിന്നെ ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് വിളിക്കാം. ഇന്ന് ചിരിച്ച് ചാവ് ഞങ്ങളുടെ വാക്കാണ്. ഓക്കെ കുട്ടേട്ട, കേറി വാ. നമസ്കാരം. ഇത് എന്തൊരു മേക്ക് ഓവർ ആണ്. ഇത് എന്താണ് ഇത്? ഇത് വേറെ ആരെയോ പോലൊക്കെ ഇരിക്കുന്നു. അത് ആ ഒരു ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയുന്ന നിസ്സാര പരിപാടിയല്ല നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം എനിക്കൊരു ഏകദേശം ഒരു ഉറപ്പുണ്ട് അല്ലേ നസീർക്ക്? എന്താ തീർച്ചയായിട്ടും ഒരു നല്ല സ്കിറ്റിന്റെ മണം അടിക്കുന്നു. ഈ ക്യാരക്ടർ കാരണം പൊളിക്കാൻ സാധ്യതയുണ്ട്. അടിപൊളി കാണണം. മൊത്തത്തിൽ നിങ്ങളെ കാണുമ്പോൾ നല്ലൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ പ്രതീക്ഷ ഒട്ടും നഷ്ടപ്പെടുത്താതെ സ്കിറ്റിലേക്ക് പോകാം. അതാ തീർച്ചയായിട്ടും. അപ്പൊ എന്നാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ. ഇത് ഐറ്റം വേറെ. ഓ, പൂക്കൾ അവിടെ ഇരിക്കട്ടെ, വിളക്ക് ഇവിടെ ഇരിക്കട്ടെ, കരിക്ക് അവിടെ ഇരിക്കട്ടെ, ഇത് എനിക്കിരിക്കട്ടെ. എന്നാലും പൂജക്കുള്ള ഓരോ സാധനം കാണണല്ലോ. ഇതിപ്പോ ആരാണ് തിരിക്കുക? വരിക്കല്ലത് കൂടെയാണ്. അതല്ലേ താൻ ഈ ചക്ക പൊക്കിട്ട് എങ്ങടാ പോണേ? എന്റെ അമ്മാവനെ ഡെയിലി ചക്കപ്പുഴുക്കെന്ന് പറഞ്ഞ പ്രാന്താണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇത് മുള്ളു കളയാതെ പുഴുങ്ങി അമ്മാവന്റെ അണ്ണാക്കിലോട്ട് തെള്ളുക. അതെന്തിന്? ആ പ്രാന്ത് എന്നേക്കും അങ്ങോട്ട് തീർന്നോളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ നിന്റെ ഭാഷയ്ക്ക് ഒരു വ്യത്യാസം? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എടാ, എനിക്ക് ഈ ചടങ്ങൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ കൂടി അറിയാവുന്ന മരണാനന്തര ചടങ്ങാ. അതറിയാലോ. അത് ഞാൻ ആദ്യം പോലെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ട് എന്റെ അമ്മാവന്റെ വായ്ക്കരി ഇടാനുള്ള എള്ളും പൂവും ചെറുതൊക്കെ എന്തിയുടെ വായ്ക്കരി ഇടാനാ? അല്ലാതെ അങ്ങനെ പേരിടി ചടങ്ങിലല്ലടാ നിന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അമ്മാവന് നേരത്തെ ഒരു പേരുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഈ പേര് മാറ്റാനുള്ള കാര്യം എന്ത്? അയ്യോ, അത് ഇത്തിരി വലിയ പേരല്ലേ അളിയാ? റബ്ബർ എന്നാണ് ഇട്ടിരുന്നത്. അതല്ലെന്ന്, ഇത്തിരി നീളമുള്ള പേരല്ലേ? പറഞ്ഞ മനസ്സിലായില്ല? കാളമണിയൻ. നല്ല പേരല്ല കാളമണിയൻ. അത് ഒന്നാമത് കേൾക്കാനും ഒരു സുഖമില്ല, അത് മാത്രം ഇത്തിരി വലിഞ്ഞു പോയത്. കാര്യം ചെയ്യേ, നമുക്ക് അമ്മാവന്റെ മണി അങ്ങ് എത്തിക്കളയാം. കാളയെന്നിടാനാ? കാളയെന്നിടും. എന്താ അമ്മാവനാ? എന്നൊരു കാര്യം ചെയ്യേ, അമ്മാവന്റെ കാള അങ്ങ് കളയാം. നാളെ മണിയെന്ന് വിളി. എന്ന് വെച്ചാ അമ്മാവൻ കിരിക്കൊണ്ട് നടക്കട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ സീരിയസ് ആയിട്ടാണ് നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത്. ഈ അമ്മാവന്റെ പേരിടിയിൽ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ ഈ സ്വത്തല്ല ഞങ്ങൾക്ക് എഴുതി തരുവുള്ളൂ. നീ വെള്ളമില്ലാത്ത തറ ഞാൻ നീന്തുന്ന കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ സ്വത്തടിച്ചു മാറ്റുള്ള പരിപാടിയാണെന്ന്. ഈ ചടങ്ങൊന്ന് കഴിയട്ടാ, എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എന്റെ അച്ഛനെ വിളിച്ച് താമസിച്ചോണ്ടിരുന്ന പണ്ട്. അച്ഛനെ വിടറേ? എന്റെ അച്ഛൻ മരിച്ചിട്ട് 5-8-10 കൊല്ലമായി. നിന്റെ അച്ഛൻ ഇൻസ്റ്റാൾമെന്റ് സ്കീമില്ല മരിച്ചത്? അല്ല 5, 8, 10 കഴിച്ച് നമുക്ക് പേരിടാനുള്ള കുട്ടി അങ്ങോട്ട് വിളിക്കാം. അത് ഈ കുട്ടി എന്ന് പറയുന്നത് നിന്റെ അമ്മാവനില്ലേ? എത്ര വയസ്സായി? 55 വയസ്സ് കഴിഞ്ഞു. കുട്ടിയല്ല, മുത് കണ്ട. ഞാൻ വിളിക്കാടാ കാളമണിയാ. അങ്ങനെയൊന്നും വിളിക്കരുത്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. പേരിടുന്ന സമയത്ത് അമ്മാവൻ കൊച്ചുകുട്ടിയെ പോലെ ആവും. അതായത് നാഗവല്ലിയെ പോലെ. അങ്ങനെ ആവും. പണ്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്തി ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തർ വയസ്സായ ആഗ്രഹമല്ലേ, അതുകൊണ്ട് തഞ്ചത്തിന് ഞാൻ വിളിക്കാം. അമ്മാവാ. അമ്മാവ് ആശുപത്രിയിൽ നിന്ന് വരുന്നു. എന്താ ചെവി കൂടെ ട്രിപ്പ് ഇട്ടേക്കുന്നു. ട്രിപ്പ് ഇട്ടേക്കണല്ലത്, ചെവി ആക്കാത്തോണ്ട് ഇയർഫോൺ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണല്ലേ? നല്ല വലുവാണല്ലോ. രാവിലെ 12 ഇഡ്ഡലി 4 ദോശയാണ് വലിച്ചു കയറ്റി. നീ നോക്കിക്കൊണ്ടിരിക്കാതെ അമ്മാവന്റെ മുഖലക്ഷണം നോക്കി നല്ലൊരു പേര് പറയണം അങ്ങോട്ട്. നേരത്തെ എന്തുവായിരുന്നു പേര്? കാളമണിയൻ. നോക്കട്ടെ. അയ്യോ
എടേ അത് തന്നെ ധാരാളം. കാളമണിയാണ് അത് അതിന്റെ അവസാനമാ. അയ്യോ എടാ ഞാൻ ഒരു കാര്യം പറയാം, ഒരു മോഡേൺ പരിഷ്കരിച്ചൊരു പേര് പറയടേ. എന്തല്ലയാ ഒരു കാര്യം ചെയ്, ഇഷ്ടൂടെ കയറ്റി വിളി. ഇഷ്യൂ കൂടെ കയറ്റിയെന്ന് പറഞ്ഞാ കളേഷ്. അതല്ലടാ ഞാൻ പറഞ്ഞത്. എടാ നല്ലൊരു പേര് പറയണിയാ. മാവാ 15 വയസ്സായില്ലയോ? ഈ സമയത്ത് എന്താ പേരിടാനേ അമ്മാവൻ താമസിച്ച് എന്തിനെന്നാണ് കർമ്മി ചോദിച്ചത്. അത് പിന്നെ കുഞ്ഞനാളിൽ എനിക്ക് പേരിടാൻ പോയപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ല. അങ്ങനെ 3 കലത്തിൽ പൊങ്കാല ഇട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി അച്ഛനെ. അങ്ങനെ പേരിടില്ല നടന്നില്ല. കഷ്ടമായി പോലെ. ഈ 3 കാലത്ത് സ്നേഹത്തോടെ പൊങ്കാലിട്ട് എന്തല്ലേ അതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു? അടുക്കി വെച്ച 3ാമത്തെ കളത്തിന്റെ മണ്ടല്ലേ ഒരു ഓസും താഴെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. എടാ ബാറ്റ് ഫാമിലിയടാ. അല്ല ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അങ്ങനെ മോളെ കിട്ടിയല്ല ചോദിച്ചു നോക്കടാ, ഒരു പൊട്ടിന്റെ ഉരുപ്പടി എനിക്ക് തന്നെന്ന് ചോദിച്ചു. അകത്തിരിപ്പുണ്ട്. എന്താന്ന്? പുട്ടിന്റെ അരിപ്പൊടി. ചെവി കേൾക്കാത്തത് നിന്റെ ഭാഗ്യം. ഞാൻ ബാക്കി കാര്യങ്ങളായി ചെയ്തോളാം. ഇവിടെ കിണറ്റി വെള്ളം കോരുന്ന ആരേലും ഈ പിന്നെ കപ്പിക്കാത്തെ എണ്ണ ഇടാതെ വെള്ളം വലിച്ചേറ്റുമ്പോ ഒരു കിലുക്കിയ ശബ്ദം ഉണ്ടല്ലോ, അത് വീട്ടിന് ദോഷമാ. വീടിന് ദോഷോ? കപ്പിയിൽ എണ്ണ ഇട്. അയ്യോ ശശിയുടെ ഭാര്യ ആയിരിക്കുന്നില്ലേ? ഇതെന്തോ തേക്കൻ കടയ്ക്ക് വാർണിഷ് അടിക്കുന്നോടാ അമ്മാവാ. അപ്പൊ പിന്നെ നമുക്ക് പേരിടാ. എങ്ങനെ ഇപ്പൊ പേരിടുന്നത്? പേരിടാം പിടിച്ചിരുത്ത്. പേര് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അമ്മാവാ. നമുക്ക് പേരിടാം. ഇതെങ്ങോട്ട് കൊണ്ടുവന്നു? പേരിടാൻ വേണ്ടിട്ട് വാ. അവിടെ ചെന്നിരിക്കും ചെല്ലി. അപ്പിടാ ഇരിക്കുന്ന പേരിടാ ഇരിക്കുന്നു. എന്റെ മോണ്ട കണ്ട അപ്പിടാനേ തോന്നുന്നു. സഹിക്കുന്നതൊക്കെ എനിക്ക് തുട്ടിഞ്ഞ് തരണേ. എണ്ണി തരാടാ. വരി സിമന്റ് ആക്കം കൊണ്ട് വാ. ചേട്ടാ അങ്ങോട്ട് മാറിയില്ലടാ. ദാണ്ട നിന്റെ തലയ്ക്ക് മേളി പുക തുപ്പുമ്പോ കിളി കറന്ന് പറക്കുന്നു. പുക തുപ്പണ കിളിയാ? അയ്യോ ജെറ്റ് വിമാനം. വിമാനമൊക്കെ എന്നാടാ ജെറ്റ് ഇടാൻ തുടങ്ങി. ഇത് പേരിടാൻ നോക്കളിയാപ്പവനെ. എന്തുവാ ആലോചിക്കുന്നേ? ഞാനേ എന്റെ പണ്ടത്തെ കാലം ഇങ്ങനെ ആലോചിക്കായിരുന്നു. അവളെ മടിയിൽ ഇങ്ങനെ കിടന്ന് അവളെ തലയിൽ ഇങ്ങനെ തലോടി ഇങ്ങനെ ഈ സിലോപ്പി എന്നെ ഫ്രഞ്ചസ് അടിക്കാൻ വരുന്നു. അളിയാ സ്വത്ത് എഴുതി വാങ്ങിക്കട്ടാ. നീ എങ്ങനെങ്കിലും പേരിട്ടിട്ട് പോടെ അങ്ങോട്ട്. സ്വത്തെഴുതി വാങ്ങിക്കട്ടെന്നോ? കുറച്ച് കഴിയാൻ പറയാം, നീ ഇറങ്ങാൻ പറയും, പിന്നെ പറയും കഥ അടയ്ക്കാൻ പറയും. നിന്നാണ് വൃത്തികേട് കാണിച്ച കരിക്കടുത്ത് ഉച്ച അടിച്ചാൻ പൊട്ടിക്കും. ചെയ്യല്ലേ അളിയാ, പേരിട്ടിട്ട് പോളിയാ പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലുപിടിക്കാം. അമ്മാവാ നമുക്ക് പേരിടാ. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു പേര് മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട്. അത് വേണം പറയാം. നിന്റെ അടുത്ത് പറയത്തില്ല, പോട്ടാ. നീ നിന്റെ ചെവി പറയാം. ബാബു ആന്റണിയോ? ഈ ശരീരത്തോ? പിന്നെ ബാബുന്ന് പോരെ? ആന്റണിയും വേണം. ആന്റണിയും ഇല്ല, ബാബുവും വേണം. ഇത് രണ്ടും കൂടെ താങ്ങുവോ? എന്താ ഇത്? എന്താ ഇത്? അവയ്ക്ക് എഞ്ചരി വേണ്ട. കിഴുക്ക് വേണോന്ന്? കിഴുക്കല്ല കിലുക്ക്. അവയ്ക്ക് കിലുക്ക് തരാൻ കേട്ടാ. ഈ ചടങ്ങൊന്ന് കഴിയട്ടാ, ഇവന്റെ അവസാനമാണ്. ഈ മങ്കിക്ക് ഇങ്ക വേണോന്ന്? എടുത്തോട്. എന്റെ ക്യാമറ ഇരിപ്പുണ്ടോ? ക്യാമറ ഉണ്ട്. മരപ്പെട്ടി പാല് കുടിക്കുന്ന എടുക്കാൻ വേണ്ടി. അവിടെ അല്ലെന്ന് നമുക്ക് പേരിടാ. അപ്പോഴേ പേരിടാൻ പോയാ പിന്നെ പേരിടുന്ന സമയത്ത് ഞാൻ പേര് വിളിക്കുമ്പോ ഈ പൂക്കളെ നുള്ളിപ്പിച്ച് മേപ്പോട്ട് എറിയണം. എനിക്ക് നോവും. എന്തിന്? പൊക്കിള് നുള്ളിപ്പിച്ച് എറിയും.
മാമന്റെ പേരിടാൻ പോവാണ്. അയ്യോ കുഞ്ഞുമക്കളെ പേരിടാൻ വരട്ടെ. എന്റെ മാമന് പേരിടിയിൽ ചടങ്ങിന് കൊടുക്കാൻ ഞാൻ വില കൂടിയൊരു നേരീത് മാറ്റി വെച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കൊടു, ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. പിടി 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 പിടി. അയ്യോ ഞെട്ടേടേ. 1 2. പിന്നെ അങ്ങോട്ട് ബന്ധുക്കൾ ആരെങ്കിലും ഈ കോടി ഇടാണ്ട് കോടി ഇടണം. പിന്നെ അവസാനം കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. പിന്നെ സമുദായത്തിന്റെ കോടി ഇട്ട ജനം കാണിക്കത്തില്ല. അയ്യോ, എന്നെ ചത്ത്. എന്നെ ചത്താണ്. മാമ എന്തായാലും ചാവുമല്ലോ, അപ്പൊ ഒരു റിഹേഴ്സൽ വേണ്ടേ? അതാ അവിടെ കേടാ. അപ്പൊ പിന്നെ നമുക്ക് പേരിടാം. എടാ എന്താ ചേമ്പലേ വിടറാ. ചാമ്പലേ അയ്യോ വെറ്റലേ വിടറാ. ആടക്കണട്. അയ്യോ ചാമ്പലേ. അപ്പൊ തുടങ്ങട്ടെ. തരിയുടെ പരിപാടി ഇല്ലയോ? ഇതൊക്കെ ഇത്രയൊക്കെ മതി. സമയായി സമയായി സമയായി. കാച്ചിൽ കാച്ചിൽ കാച്ചിൽ. എന്റെ പേര് കാച്ചില. കാച്ചിലോ? ബാബു ആന്റണി അവിടെ. ബാബു ആന്റണി അവിടെ. എവിടെ? ബാബു ആന്റണി അവിടെ. ബാബു ആന്റണി അവിടെ. ബാബുവാനോട് ഫ്ലവേഴ്സ് ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത്. എന്റെ അമ്മാവന്റെ പേര് നീ കാച്ചിൽ നിട്ടാടാ. എടാ ഇനി എങ്ങനെയാടാ ഞാൻ സ്വത്ത് എഴുതി വാങ്ങിക്കണത്? ഞാനും എന്റെ പൊടിച്ച് ഇനി എന്തിനു ചെയ്യോടെ? എടാ നീ ആ കാച്ചില് വെട്ടപ്പോൾ രണ്ടോടെ പൊടിഞ്ഞ് കേറ്റാൻ നോക്കണ. അത് കാച്ചില്. ഈ ചൊറിയാൻ കാച്ചില്. ഞാനൊന്നും പറയുന്നില്ല. ഷാജോൻ ചേട്ടന് തുടങ്ങാൻ. ചിരിച്ച് ചത്തു. എന്താണ് പറയേണ്ടതെന്ന് ഒരു പിടുത്തമില്ലായിരിക്കുക. കിഷോർഭായ്, നിങ്ങളൊരു അസാധ്യ കലാകാരനാണ്. അപ്പൊ ഇന്നത്തെ ഇത് പറയാൻ ഇനി സ്കിറ്റിനെ കുറിച്ച് ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ വന്ന് തുടങ്ങി സജി അവിടെ ഇരുന്ന് ഇതിവിടെ ഇരിക്കട്ടെ ഇതെനിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ തുടങ്ങിയ ചിരി ലാസ്റ്റ് നിങ്ങൾ നിർത്തിയപ്പം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതിനിടയ്ക്ക് ഒരുപാട് തമാശകളുണ്ടായിരുന്നു. അപ്പച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇരുന്നപ്പം മുതൽ തുടങ്ങിയ ചിരി. സജിയുടെ പെർഫോമൻസ് ആണെങ്കിലും ഗംഭീരമായിരുന്നു. സജി ഓരോ റിയാക്ഷനൊക്കെ ഓരോ ഞെട്ടും തലക്കടിക്കുമ്പോൾ എന്നുള്ളൊരു ഇതും. അതേപോലെ ബിജു ടൈമിങ്ങിന് ഇട്ട് കൊടുത്തൊരു സാധനം. ബിജു എവിടെയെങ്കിലും ഒന്ന് പോയാൽ സജിക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിഷോർഭായ് ഇങ്ങോട്ട് വന്നിട്ടൊരു ബോഡി ലാംഗ്വേജ് പിടിച്ചൊരു പരിപാടി, ചെവി കേൾക്കാൻ മേലാത്തൊരു അപ്പൂപ്പൻ എന്നൊക്കെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടല്ലോ. പെർഫോമൻസ് ഉണ്ടോ, അതിനൊപ്പം തമാശയുണ്ട്, ഓരോ വാക്കിലും തമാശയുണ്ട്. ഞെട്ടിച്ച് കളഞ്ഞു നിങ്ങൾ. ഗംഭീരം. ബാബു ചേട്ടാ, സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾ കൂടി മനോഹരമായ ഒരു സ്കിറ്റ് കാണുകയാണ്. നമുക്ക് ചിരി നിർത്താൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. അതുപോലെ കിഷോർഭായ്, നിങ്ങൾ രണ്ടുപേരും അപ്പോൾ നിങ്ങളുടെ നടപ്പുണ്ടല്ലോ, അത് എങ്ങനെയാണ് നടക്കുന്നത്? ആ പറവ് തന്നെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, എക്സലന്റ് ആയിരുന്നു. ഞാനൊരു വല്ലാത്ത മൂഡിലാണ് ഞാൻ ഇന്നലെ ഇവിടെ എത്തിയത്. ഇപ്പൊ എന്റെ മൂഡെല്ലാം ശരിയായി. അത് മതി. താങ്ക് യു സോ മച്ച്. എക്സലന്റ് ടൈമിങ്. നല്ല ഡയലോഗ്സും നല്ല തീമും ഒക്കെ നന്നായിട്ട്. താങ്ക് യു ബാബു ചേട്ടാ. നസീർക്ക, 3 പേർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിൽ കിഷോറിന് പ്രത്യേകിച്ചുണ്ട്. കാര്യം തുടക്കം മുതൽ അവസാനം വരെയും ആ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്തു. അത് മാത്രമല്ല, സംസാര ശൈലിയും. ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റും നിങ്ങളുടെ ആക്ടിങ്ങുമാണ്.
ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. എന്തായാലും നന്നായി, നിങ്ങൾ 3 പേരും അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നമ്മുടെ ഓഡിയൻസിനും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു നസീർക്ക. അസീസിക്ക, എൻ്റെ അണ്ണ എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഇത് ജനങ്ങൾ കണ്ടു. ബാബുചേട്ടൻ ഇങ്ങനെ വയറ്റിലൊക്കെ ഇങ്ങനെ പിടിക്കണേ ഞാൻ കണ്ടു. ചിരിച്ച് ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ല സ്കിറ്റ് തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോ നസീർക്ക നമുക്ക് എന്നാ ചടങ്ങിലേക്ക് കിടക്കല്ലേ? ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു 12 മാർക്ക് കൊടുത്തു. 12,000 രൂപ. ഓക്കെ ഷാജൻ ചേട്ടാ? അല്ല, നസീർക്കെ പോലെ ഒരാൾ അത്രയും കൊടുക്കുമ്പോൾ എനിക്കും കുറയ്ക്കാൻ പറ്റില്ല. ഒട്ടുമില്ല. ഞാനും ഒരു 12 കൊടുക്കും. ടോട്ടൽ 24,000 രൂപ. അതായത് 24 മാർക്ക്. അസിസിക്കയുടെ മാർക്സ് പിന്നെ ഫോണിൽ നിന്ന് അയച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറിലേക്ക്. ഓക്കെ, ബാക്കി എത്രയും നോക്കാം. അവിടെ നോക്കിയോ. 75,000. ഒരു നല്ല കൈഡി കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് പേര്. ഇത് ഐറ്റം വേറെ. താങ്ക് യു. കൗണ്ടറുകളിൽ വലിയവരോട് മുട്ടാൻ 3 ചെറുതുകൾ. പുതിയ ടീമാണോ? പുതിയ ടീം ആണോ? പ്രാവശ്യം പിൻവാതിൽ വഴിയല്ല വരുന്നത്, ആ. മുൻവാതിൽ ചവിട്ടി തുറന്ന് ദേ വരുന്നു. കാണ്. ഹലോ സെലിബ്രിറ്റി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സൂര്യകിരൺ സിനിമയിലൊക്കെ ഉണ്ട്. പാപ്പച്ചൻ ഒളിവിലാണല്ലേ? മോളുടെ പേര്? നിത കാർത്തിക. നിത. ദേവി ലക്ഷ്മി. എവിടെയാണ് നിങ്ങളുടെ 3 സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേ? ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്ത്, തൃപ്പൂണിത്തുറ, കന്യാകുമാരി. കന്യാകുമാരി. നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പാൻ ഇന്ത്യൻ ആയിരിക്കുന്നു. എന്നോടൊരു അങ്കിള് ചോദിച്ചേ, കന്യാകുമാരി താമസിക്കുന്നുണ്ട്, മോളോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടൊരു അങ്കിള്. മോളോട് നല്ല സ്നേഹമുള്ള ഒരു അങ്കിളാന്ന് തോന്നുന്നു. ഈ വീരപാണ്ഡി കട്ടബൊമ്മനാര്? അറിയില്ല. ആരാ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. പേരെനിക്ക് അറിയത്തില്ല, പക്ഷെ കണ്ടാ മനസ്സിലായി. ഗ്രൂമേഴ്സിലുള്ള ആ പേക്രാണ്ടി പോലിരിക്കുന്ന മാമൻ. കൊച്ചിനറിയാം. എന്താ ആ മാമൻ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞേ? എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് ആരാന്ന് അറിയില്ല. അന്വേഷിച്ചാൻ ശ്രമിച്ചില്ലേ ആരോടും? അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛൻ അറിയില്ല. അച്ഛനും അറിഞ്ഞൂടെ? അപ്പൊ അച്ഛൻ അറിയാലോ, പിന്നെ മോക്കും അറിയാലോ. മോളെ ഇനി ഇതുപോലൊരു ഷോയ്ക്കൊക്കെ വരുമ്പോ ചോദിച്ചിട്ട് വരണ്ടേ? പുള്ളിനെ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ തന്നെ മോശമല്ല. അപ്പൊ മോളെ ആദ്യം അന്വേഷിക്കണ്ട, അത് ഞാനാ. മനസ്സിലായ? അതാണ് ഇത്ര അടുത്തിരുത്തിയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ. അപ്പൊ ഇനി ആര് ചോദിച്ചാലും ആരാന്ന് പറയും? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ബാബു ആന്റണി. സ്കിറ്റ് കളിക്കാൻ റെഡി ആയിട്ട് തയ്യാറായിട്ടിരിക്കണോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ റാപ്പ് സോങ് ഇവരൊന്ന് പാടി കേൾപ്പിക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഇത് ഐറ്റം വേറെ. അയ്യടാ, വേറൊരു ടോൺ. ഐറ്റം വേറെ. ഇന്നെങ്കിലും നല്ലൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം അമ്മണിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അല്ല, ഇവളെവിടെ പോയി കിടക്കണ്? എടി മിന്നോ, ഇങ്ങ വാടി. ഇന്നെന്ത് വീഡിയോ അമ്മ എടുക്കണേ? നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് മോട്ടിവേഷൻ വീഡിയോ എടുക്കാം. അയ്യോ, ഫ്രഷ്. എന്റെ പൊന്നമ്മ, ഇതൊക്കെയല്ലേ ഇപ്പൊ എല്ലാരും എടുക്കണേ? വെറൈറ്റി പിടി. തൽക്കാലത്തേക്ക് ഇത് മതി, നീ വീഡിയോ ഇട്. എടി മക്കളെ, നീ ഒരു കാര്യം അറിഞ്ഞ? ആ അയൽക്കൂട്ടത്തുള്ള പെണ്ണുങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി, നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, അതൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്തിനാ അവരുടെ അടുത്ത് പറയാൻ? ഞാൻ മൊബൈലും കണ്ട് ഞാൻ നോക്കട്ടെ. എടി നോക്കടി, നമുക്ക് 5 സബ്സ്ക്രൈബേഴ്സ് കൂടി. എവിടെ? അയ്യോ അമ്മ, അവന്റെ ഫേക്ക് അക്കൗണ്ടാ. വെറുതെ മാഹിച്ച് നവിടി. എന്തോ ഒരു ചായ. അമ്മ റെഡി അല്ലേ? റെഡി. ആക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണെങ്കിലും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് ഒരു യഥാർത്ഥ ഭാര്യ. ഭർത്താവിൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുക എന്നത് ഒരു ഭാര്യയുടെ കടമയാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്കൂ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിന് നല്ല റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്. എന്തിനടേ? ചുമ വന്നതാ. അച്ഛൻ്റെ മോളല്ലേ, അങ്ങനെ വരൂ. മതി 2 എഡിറ്റ് ചെയ്തിടാം. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? ഇന്തോ ഭർത്താവ് ചായ. എന്തിന് ഇത്ര ലേറ്റ് ആയത്?
അത് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചായ ഉണ്ടാക്കാൻ മറന്നുപോയതാ. മറന്നുപോയല്ലേ? ഈ ഒരൊറ്റ തവണ ഞാൻ ക്ഷമിച്ചിരിക്കണ്. ഇനി ഇത് ആവർത്തിച്ച അറിയാലോ സുമേനെ. അറിയാം, ഇനി ആവർത്തിക്കത്തില്ല. എന്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അടുക്കള പണിയൊന്നുമില്ലേ? പറഞ്ഞില്ല. എന്ത് അഭിപ്രായം? എന്തിന്റെ? ചായന്റെ അഭിപ്രായം പറഞ്ഞില്ലെന്ന്. സത്യം പറയാല്ലേ? ഒരു വകയ്ക്കും കൊള്ളൂല. വന്ന് ഇന്ദുവിന്റെ ചായക്ക് കടുപ്പവുമില്ല മധുരവുമില്ല. എന്തായാലും ചായ ഉണ്ടാക്കി വെച്ചിരിക്കണോ എന്തോ? ഇന്ന് ചോദിക്കണ്ടായിരുന്നു. അച്ഛാ സന്തോഷായില്ലേ? ഓടിയോടും. പിന്നെ സുമേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തായാലും പകുതി ചായ കുടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പൊ വേണ്ട. എന്തോന്നു? ബിസ്ക്കറ്റ്. അയ്യോ, ബിസ്ക്കറ്റ് അല്ല, റിക്വസ്റ്റ്, അപേക്ഷയുണ്ടെന്ന്. ആ പറ. അല്ല, ഇപ്പൊ പറയാവോന്ന് അറിയത്തില്ല. അറിയത്തില്ലെങ്കി പറയണ്ട. അങ്ങനല്ല, പറയണം. എന്നെ ഇനി തൊട്ട് ഇന്ദു എന്ന് വിളിക്കരുത്. എനിക്ക് നല്ലൊരു പേരിൽ ഇന്ദു ഗോപൻ. നീ ഒന്നില്ല എന്നെ ഗോപാന്ന് വിളി, അല്ലെ ഗോപേട്ടാന്നെങ്കിലും വിളി. എന്തുകൊണ്ട്? എന്താ കുഴപ്പം? ഇന്ദു എന്ന് വിളിക്കുമ്പോഴേ ഒരു പെണ്ണുങ്ങളെ വിളിക്കുന്ന ഫീലാ. ഇന്ദു അയ്യേ. വീട്ടില് പെണ്ണുങ്ങൾ ചെയ്യണ സകലമാന ജോലികളും അച്ഛൻ എവിടെ ചെയ്യണുണ്ട്, എന്നിട്ട് പെണ്ണിന്റെ പേര് വിളിക്കണേന് കുഴപ്പം. അതും എനിക്കൊരു കുഴപ്പമാണ്. ഇന്ദു, എന്റെ വാക്കാത്തിരിക്കണമെല്ലാം കേക്കരുത്. ഒന്നാമതേ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോണതിന്റെ ടെൻഷൻ അതെന്തിനും പറഞ്ഞാൽ മനസ്സിലാവൂല. അതിനിടയ്ക്ക് ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സും പറഞ്ഞോണ്ട് വന്ന തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ആകെ 5 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇവളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഒറ്റടിക്ക് തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നത് തീർക്കാത്ത? ഞാൻ ജീവിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് ഒരാഗ്രഹമില്ലടി. എന്തോ ഈ ചായയുടെ ചൂടൊക്കെ അങ്ങ് പോയി. എനിക്ക് പോയി ഒരു പുതിയ ചായ ഇട്ടിട്ട് വാ. അയ്യപ്പ ചായ ഇടാൻ പറ്റത്തില്ല. എന്ത് ചായ ഇടാൻ പറ്റത്തില്ല? അത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് പട്ടീനെ അപ്പിടിക്കാൻ കൊണ്ടുപോകണം. പട്ടിക്ക് ഞാൻ തന്നെ അപ്പീടെ അറിയാം. ഇന്ദു പോയിട്ടോ പെട്ടെന്ന്. അമ്മേ, എത്രയൊക്കെ വീഡിയോ ചെയ്തിട്ടും നമ്മളെ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടുന്നില്ലല്ലോ. അത് തന്നെ മോളെ, ഞാനും അത് ആലോചിച്ചു. എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ പണിയെടുക്കുന്നതും അമ്മയ്ക്ക് ചായ കൊണ്ടുതരുന്നതും നമുക്കൊരു വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കി യൂട്യൂബിൽ ഇട്ടാലോ? അത് കൊള്ളാം, ഇത് പൊളിക്കും. വേണ്ട വേണ്ട വേണ്ട, നാട്ടുകാരെ മുന്നിൽ ഞാൻ നാണം കേട്ടോ. ഇന്ന് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എടിയാ, നശിച്ച ദിവസത്തിന് ഓർമ്മിപ്പിക്കാതെടി. നമുക്ക് അച്ഛനൊരു പ്രാങ്ക് കൊടുത്താലോ? പ്രാങ്കാ? ആ പ്രാങ്ക് അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അമ്മ മരിക്കുന്ന പോലെ അച്ഛനെ പ്രാങ്ക് ചെയ്യണം. അപ്പൊ പിന്നെ വിഷം കഴിച്ചാ? അല്ല, പൊന്നാളെ ചത്തൊടുങ്ങാനല്ല പറഞ്ഞത്, അഭിനയിക്കണം. അഭിനയിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അഭിനയിച്ച് കാണിച്ചേ. മരിക്കണായിട്ടല്ലേ? അയ്യോ, ഇതല്ല ഇതല്ല ഇതല്ല, വേണ്ടല്ലേ, വേറെ ഉണ്ട്. ഇത് നോക്കടി. അയ്യോ, ഓ എന്റെ പൊന്നമ്മ, ഇതൊന്നും അല്ല. വേദന വരട്ടെ, വേദന. വേദന ഞാൻ ഇപ്പൊ ഇനി എങ്ങനെ കൊണ്ടുവരും? വേദന ഇപ്പോ അമ്മേ, അമ്മേ, ഇത് മതിയാ? അഭിനയിച്ചായിരുന്ന? വാ. ഇത് എന്നാലും നീ 1.5 ഇടിയാണ് കേട്ടാ ഇടിച്ചേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സുമേ, ചായക്ക് മധുരം കൂടുതലാണോ? നേരത്തെ മധുരം മതിയോ? കുറച്ചു കൂടുതലിട്ടോ. അമ്മേ, ഇതാ അച്ഛൻ വരുന്നുണ്ട്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അച്ഛന്റെ മുമ്പിലും ചെയ്യണം. ക്യാമറ ഞാൻ അവിടെ വയ്ക്കാം. ഓ സുമേ, ചായ. ഞാൻ പോകുന്ന കുറച്ച് പണിയുണ്ട്. എനിക്ക് നെഞ്ചുവേന എടുക്കുന്നു. നെഞ്ചുവേന തിരിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനീ കാണിക്കണത്? അയ്യോ, എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഈ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നീ ഒന്ന് ഡ്രൈവ് മരിച്ചായാലും എന്റെ മോളെ പൊന്നോലെ നോക്കണേ. എന്തോ സുമേ, നിനക്കൊന്നും പറ്റില്ല, ഞാനുണ്ട് നിന്റെ കൂടെ. സുമേ, 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 സുമേ. അയ്യോ, എന്റെ സുമ പോയേ. ഇനി എനിക്ക് ആരുമില്ലേ. സുമേ, എഴുന്നേക്ക് സുമേ. സുമേ, ശരിക്കും ചത്ത. കാറ്റ് പോയി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി. കുരിശന്റെ തലയൊന്നും എടുത്തു തന്നില്ല. കത്തിച്ച വെളിയിൽ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. രാമകൃഷ്ണ ഹാപ്പി ആനിവേഴ്സറി. ഇത് കാണാൻ നിന്റെ അമ്മയില്ലല്ലോ മോളെ. അമ്മ മരിച്ചു പോയി. കുഴപ്പമില്ല അച്ഛാ, വേറെ കല്യാണം കഴിക്കല്ലേ? ഇതൊരു പ്രാങ്ക് ആയിരുന്നു അച്ഛാ. പ്രാങ്കാ? ആ പ്രാങ്ക്. ചത്തില്ല? ഇല്ല. അമ്മ തിരിഞ്ഞു നോക്ക്. ഞാൻ നോക്കൂല. നോക്കുന്നേ. അയ്യോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പ്രാങ്കാന്ന്. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്തോ താങ്ക് യു സുമേ. അടിപൊളി. കൈയടി പോരാ, നല്ലൊരു ഉഷാറുള്ളൊരു കൈയടി കൊടുത്തേ. എത്രല് പഠിക്കണത്? ഇനി 5-ല്. ഇനി 5-ല്. പക്ഷെ മരട്ട് തള്ള കേട്ട ആറ്റിറ്റ്യൂഡ് കറക്റ്റ് കേട്ടാ. അല്ല, എന്ത് രസമുണ്ടല്ലേ ആ ഭാഷ, ആ ക്യാരക്ടറും കൈകാര്യം ചെയ്ത 3 പേരും. ഒരു കിടിലം കൈയടി. ഷാജോൻ ചേട്ടാ, നീത, ദേവി, സൂര്യകിരൺ 3 പേരും ഉഗ്രനായിരുന്നു.
നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് ആരാണ്? ഗ്രൂമേഴ്സ് ആണോ അതോ നിങ്ങൾ തന്നെ സ്വയം ഞാനിത് ചെയ്യാം? ഈ ഗ്രൂമേഴ്സിന് എങ്ങനെ മനസ്സിലായി ഈ പറയുന്നത് പോലെ ദേവി മോൾക്ക് ഈ ക്യാരക്ടർ കൊടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന്? ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ കയ്യിലിരിപ്പിച്ചൊരു കുഴപ്പമാണെന്ന് അങ്കിൾമാർക്ക് തോന്നിയിട്ടാണോ അതോ അങ്ങനെയും പറയാം. അതിലെന്തൊക്കെ ഒരു സത്യം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞ സൂര്യ അല്ലേ? അതിലെന്തൊക്കെ ഒരു സത്യം ഉണ്ട് അല്ലേ? സത്യം പറ, ക്ലാസ്സിലെ വില്ലത്തിയല്ലേ? അല്ല, അങ്ങനെ സ്കൂളിൽ നിന്ന് കേട്ടല്ലോ. എങ്ങനെ മനസ്സിലായി? പിള്ളേരെ എങ്ങനെ മനസ്സിലായി? അതാ മോളെ, നമ്മൾ ഇതെല്ലാം അന്വേഷിച്ചിട്ടാണല്ലോ ഇവിടെ നമ്മൾ ഓരോ ടീമിനെ വിളിക്കുന്നത്. പിള്ളേരെ ഇടിക്കല്, തൊഴിക്കല്, ഞോണ്ട്, അങ്ങനെ എന്തൊക്കെ പരിപാടി ആക്ടിവിറ്റീസ് ഉണ്ട് സ്കൂളിൽ? എനിക്കില്ല. അവരെ കൊണ്ട് ഞോണ്ടി അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് മറ്റേ ക്ലാസ് ലീഡറിന്റെ പേര് ഞാനല്ലേ ക്ലാസ് ലീഡർ, പിന്നെ ഞാൻ എഴുതും. അത് ശരി. ദേവിമോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, പിന്നെ അച്ഛമ്മ, ഞാൻ. ദേവിമോക്ക് അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ പേടി അതോ അച്ഛനാണോ അമ്മയെ പേടി? പേടിയോ? ആരാണ്? എനിക്ക് രണ്ടുപേരും പേടിയുണ്ട്. അതല്ല, അച്ഛൻ അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ പേടി അതോ ദേവിമോക്കാണോ അമ്മേനെ പേടി? അങ്ങനൊന്നുമില്ല, രണ്ടുപേരും പേടിയുണ്ട്. എനിക്ക് രണ്ടുപേരും പേടി. ആ വാശിയാണ് സ്കൂളിലെ കുട്ടികളുടെ പോയി തീർക്കുന്നത്. അച്ഛനും അമ്മേനെ പേടിയാണോ? രണ്ടുപേരും എനിക്ക് പേടിയാ. ഓക്കെ, ഒന്നുമില്ല. ഗംഭീരമായിരുന്നു. മൂന്ന് പേര് അടിപൊളിയായിരുന്നു. ഡയലോഗ് മോഡുലേഷൻ ഒക്കെ സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ തന്നെ ഒരു ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജേട്ടാ. വീരപാണ്ടി കട്ടപ്പമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? യാ, പേടിച്ചോടരുത്. വളരെ മനോഹരമായിരിക്കും. ബ്യൂട്ടിഫുൾ ടൈമിംഗ്. താങ്ക് യു. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് കലക്കിയല്ലേ? എൻ്റെ അപ്പുറം ഒന്നും പറയില്ല. നസീർക്ക, എന്തായാലും ഗ്രൂമേഴ്സ് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ആ കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു. അതാണ് ഏറ്റവും വലിയ ഗുണം. അതവരെ വളരെ മനോഹരമായും ഭംഗിയായും പ്രസന്റ് ചെയ്തു. 3 പേരും കട്ടക്കായിരുന്നു. പക്ഷെ പ്രസന്റേഷൻ ശൈലിയും ആ ഭാഷയുടെ ഒരു സുഖവും അമ്മയിൽ നിന്നാണ് കൂടുതൽ കിട്ടിയത്. പക്ഷെ അമ്മയുടെ മുഖത്ത് അഹങ്കാരം ഒന്നുമില്ല, പാവം. അഹങ്കാരം ഒന്നുമില്ല. എന്തൊരു എളിമയാന്ന് നോക്കിയാ. ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാലോ, പാവല്ലേ. എങ്ങനെ മനസ്സിലായി? പിന്നെ അത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി? എന്തായാലും നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ ചിരിക്കാനും ഉണ്ടായിരുന്നു. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ ഇവിടെയുള്ള ചില വലിയ ടീമുകൾ നിങ്ങളെ കണ്ട് പഠിക്കട്ടെ എന്ന്. എന്തോ കുത്തി പറഞ്ഞ പോലെ ഫീൽ ചെയ്തു. അല്ല, കാരണം എന്തെന്നറിയുമ്പോൾ ഗ്രൂമേറ്റ്സുകൾ പറഞ്ഞ അതുപടി അവരനുസരിച്ചു, അവർ അതുപോലെ ചെയ്തു, ആത്മാർത്ഥമുള്ള ചിരിച്ചു. കണ്ടാ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇവിടെ വന്നു, അവിടെ പോയി അവരെ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഇതിലിപ്പുറം ഒന്നും പറയില്ല മക്കളെ, നിങ്ങൾ ഗ്രേറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഈ അവസരത്തിൽ നമ്മുടെ ഗ്രൂമേഴ്സിന് നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാർക്ക് വേണ്ടേ? ഒരു മാർക്കിന് എത്ര രൂപയാണ്? 1000. എൻ്റെ വക ഒരു 10 മാർക്ക്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 10,000 രൂപ. ഓക്കെ, 1000 രൂപ. രണ്ടാമത് ആരാണ് മാർക്ക് പറയുന്നത്? അപ്പൊ എന്തായാലും ചേട്ടൻ സീസണുകൾ അത്രയും തന്ന സ്ഥിതിക്ക് ഞാനൊരു 8 മാർക്ക് കൊടുത്തിരുന്നു. ഓ, അപ്പൊ ടോട്ടൽ 18. അപ്പൊ എത്രയായി? 18,000. 18,000. അടിപൊളി. ഇപ്പൊ ടോട്ടൽ എത്ര രൂപയുണ്ട്? 18,000. നിങ്ങളുടെ ഫസ്റ്റ് സ്കിറ്റ് ആണ്. അതിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അളിയന്റെ 2 വരി റാപ്പ്. അതോടെ കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷത്തിൽ ഓളത്തിനങ്ങ് പോവാം. ഓക്കെ, റെഡി? നാട്ടിലെ വിധിയിൽ കാട്ടിലെ രീതികൾ മാറുന്നിധികൾ പുതിയ കാഴ്ചകൾ മനുഷ്യതിൽ മറത്ത വിധികൾ അഭയം തേടി നീ കഥകമുട നിലത്തനീച്ച് ഹീൽ ജസ്റ്റ് ബോയ് ഹെഡ് അന്നിൽ നീ തലകുനിച്ചു നിൽക്ക്, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്ക്. എൻ്റെ പേര് ബോബി, നിലത്തിഴയല ഹോബി, തല്ലി കൊല്ലട ദ്രോഹി, മഞ്ഞ ചേരയാണ് പാമ്പ്. എനിക്ക് വിഷമില്ല, മണമില്ല, മതമില്ല, കഥയിലെ വിശപ്പിനോ അറുതിയില്ല, എവിടെയും പൊറുതിയില്ല. എഴുത്തച്ഛൻ പാടിയ പാട്ടിൻ്റെ വരിയിലെ ചക്ഷുഷണ കളസ്തമം ദർദുരമെവിടെ. പാമ്പിനെ തിന്നാൻ തവളയില്ല, തവളക്കിറങ്ങാൻ കുളവുമില്ല, ഉള്ള കുളവും കാടും തോടും വെട്ടി നികത്തി പാടം അതിന് തിരിച്ച് മതിൽ പണിത് സൗദമുണർന്ന് കാടും കരിഞ്ഞ് കയറിക്കിടക്കാൻ പൊത്തുമില്ല, നിലത്ത് നോക്കിയ പുല്ലുമില്ല. അല്പം തണുപ്പ് തേടി നിന്റെ വീട്ടിൽ കയറിപ്പോയാൽ തലക്കിട്ടടിച്ച് ചവിട്ടി ഇരച്ച് തോണ്ടി എറിഞ്ഞ് കുളിച്ചുമു. അതുകൊണ്ട് നീ ഞാൻ പറയാൻ കേട്ടോ, നിന്റെ സമയമായി കേട്ടു. ദിവസം എണ്ണി തീർത്തോ, ചെയ്ത് തെറ്റ് ഓർത്തക്കൻ കൊടുത്ത കിട്ടും, കൊല്ലത്തും കിട്ടും, ഓർത്ത് വെച്ചോ, കാത്തിരുന്നു. അത്രേ ഉള്ളൂ, പിന്നെ കാണാം, എലിയെ പിടിക്കാൻ നേരമായി. നല്ല സ്കിറ്റായിരുന്നു. എല്ലാരും ചിരിച്ചു. എന്റെ സ്കൂളിലുള്ള എല്ലാവർക്കും ഒരു ടാറ്റ പറയും. ഓണത്തിനിടയിൽ പുട്ട് വെച്ചോടാ. അപ്പൊ SRK ഇന്റർനാഷണൽ എല്ലാ ടീച്ചേഴ്സിനും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനും എല്ലാവർക്കും ഹായ്. സ്റ്റുഡൻസിനും എല്ലാവർക്കും ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ എല്ലാവർക്കും ഹായ്. ഇനി ആരും കൊണ്ടാ ഉണ്ട്. നീ പഠിച്ചോടാ. ബൈ.
ഓക്കെ, ഒരു മോൺസ്റ്ററിന്റെ പെർഫോമൻസ് കാണാൻ റെഡിയാണോ? റെഡിയാണ്. വിളിക്കട്ടെ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം മോൺസ്റ്റർ. അരെ ക്യാ സെറ്റാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാവ്യ കുറെ നാളുകളായിട്ട് ചെയ്യുന്നുണ്ടോ സ്റ്റാൻഡപ്പ്? കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര നാളായിട്ടുണ്ടാവും? ഒരു 8 വർഷം. ഒരു വർഷം. ഓക്കെ ഓക്കെ. ആരാണ് ഇത് എഴുതുന്നത്? കാവ്യ തന്നെയാണോ? ഞാൻ തന്നെ ആണല്ലേ? ഓക്കെ. കാവ്യക്ക് സ്കിറ്റാണോ അതോ സ്റ്റാൻഡപ്പ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്കിറ്റാണ് കുറച്ചുകൂടെ രസം. സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ അല്ലേ? ഇത് അംഗബലം കൂടുതലാണ്. ഒറ്റയ്ക്ക് ഇന്ന് യുദ്ധം ചെയ്യണം. പിന്നെ മറ്റേ നമുക്കൊന്ന് പെർഫോം ചെയ്യാലോ അല്ലേ? നമ്മുടെ അതൊരു രസമാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ കാവ്യയുടെ ഈ ഒരു ഐറ്റം? ഓക്കെ, അപ്പൊ ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ചേരെ. ഇത് ഐറ്റം വേറെ. ഹായ് ഹായ് ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ 96 മോഡൽ മെയ്ഡ് ഇൻ കുന്നംകുളം. ജഡ്ജസ് പ്ലീസ് നോട്ട് മീ. എന്നെ കണ്ട വലിയ ഹോട്ടല്ലെങ്കിലും ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നല്ല ഹോട്ടാ. രണ്ടടാ ഹോട്ടെന്ന് കേട്ടില്ല, കോട്ടായിട്ടിരുന്ന ചേട്ടൻ പോലും ചാടി എണീച്ച്. അത്ര ആകാംക്ഷ വേണ്ട. ശരണമില്ലാത്ത ശമനമില്ലാത്ത പൊറുതിയില്ലാത്ത ചൂട്. ഈ അവസ്ഥയില് നിങ്ങൾക്ക് ആരെയാണ് മനസ്സറിഞ്ഞ് ചീത്ത വിളിക്കാൻ തോന്നുന്നത്? തണ്ണിമത്തനെ. അന്നല്ല, നല്ല പ്രഗ്ലോഷിത ദൃഷ്ക്ലാഞ്ചിതനായി നിൽക്കുന്ന സൂര്യൻ. തമിഴ്നാട്ടിൽ മഴയാണെങ്കിൽ ഇവിടത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി വണ്ടി വിളിച്ച് അങ്ങോട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ മഴ. അപ്പോഴാണ് ശരിക്കും ഇങ്ങോരെ നേർക്ക് നേരെ കണ്ട് 2 വർത്താനം പറയാൻ തോന്നണത്. പക്ഷെ ഞാൻ എണീക്കുമ്പോൾ നട്ടുച്ചയാവും. അപ്പൊ ഇങ്ങോരു ഉച്ചയില്, പിന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണു വിളിക്കും. ഷാജോൻ ചേട്ടൻ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. അത് ചൂടിന്റെ അല്ല, പ്രായമായില്ലേ. ഇപ്പൊ ഈ ചൂടുകാലായ പിന്നെ ഒരു നേരം പോലും കുളിക്കാൻ മടിയുണ്ടായിരുന്ന എന്റെ ചങ്കു കൂട്ടുകാരൻ 5-6 നേരം കുളിച്ചിട്ട് കണ്ടാ പോലും മനസ്സിലാവാത്ത അവസ്ഥയായി. നല്ല സുന്ദര കുടുക. സോപ്പിന്റെ ആണോ വെള്ളത്തിന്റെ ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ജീവമോനെ, നീ ഇതൊക്കെ കേട്ടിരുന്ന് പരീക്ഷിച്ചു നോക്കല്ലേ, ആവറേജാ, വലിയ മാറ്റമൊന്നും വരാൻ പോലും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇപ്പൊ കുളിച്ച് കുളിമുറിന്ന് ഇറങ്ങണത് പോലും വേർത്ത് കുളിച്ചിട്ടാ. അതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അറിയാനുണ്ട്. ഈ ചൂട് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കമിതാക്കളാ. അവരുടെ കൊട ചൂടിയിരുന്നുള്ള സല്ലാപം, കുറുകുറുങ്ങല് അതെല്ലാം നഷ്ടപ്പെട്ട്. പക്ഷെ മലയാള സിനിമ ഇന്ന് തന്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്നു. തൊട്ടതെല്ലാം പോണ്ടെന്ന് പോലെ ഇറങ്ങുന്ന സിനിമകളൊക്കെ വമ്പൻ ഹിറ്റ്. തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ള്. അവിടെയും പണി കിട്ടിയത് കമിതാക്കൾക്ക്. അവരുടെ 150 രൂപയുടെ ഓയോ റൂമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും ചൂടൊരു വില്ലനാവുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ ചൂട് ഇങ്ങനെ പോകുകയാണെങ്കിൽ വൈകാതെ നമ്മുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ നേരിയ കുറവ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ ജനസംഖ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ മരണസംഖ്യയുടെ കാര്യം ഓർത്തത്. 96 കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വിസ വന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യോടെ നോക്കുന്ന ഞങ്ങളുടെ അമ്മൂമ്മ വീട്ടിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആദ്യം വേറൊന്നുമല്ല, അമ്മൂമ്മയ്ക്ക് ആര് വീശി കൊടുക്കും എന്നുള്ളതാണ്. പണ്ട് കോഴീനട്ടത്ത് കെട്ടിയിട്ട് കാറ്റ് കൊണ്ടിരുന്ന ടീം പോലും ഇപ്പം AC. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വാങ്ങി ഒരു AC. കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു പുള്ളിക്കാരുടെ റൂമിൽ വെക്കണം എന്ന്. ഞാൻ സമ്മതിക്കോ? എൻ്റെ റൂമിൽ വെക്കണം എന്ന് പറഞ്ഞു. അമ്മ ചൂടായി, അതിൻ്റെ ഇരട്ടി ഞാനും ചൂടായി. അടിയായി വിടിയായി വഴക്കായി ഞാൻ ഇറങ്ങിപ്പോയി. അവസാനം ചൂടാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവൻ എന്നെ വിളിച്ചു. വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇഷ്ടോ 2 റൂമിൻ്റെ മൂലയിലായിട്ട് ഭിത്തി പൊളിച്ച് പകുതി ഇവിടെ പകുതി അവിടെ. ഇക്വാളിറ്റി ചൂടിൻ്റെ ആയിരിക്കും. ഈ ചൂട് കൂടിയിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയോ? ചണച്ചാക്ക് വരെ നനച്ച് മേത്തിറണമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കമ്മട്ടിപ്പാടം ഹിറ്റായതിനേക്കാളും 100 ഇരട്ടിയായിട്ടാണ് കുമ്മട്ടിപ്പാടം പൂത്ത് കിടക്കണത്. റോഡിന്റെ സൈഡിലും മുക്കിലും മൂലയിലും ഒക്കെ കുമ്മട്ടിങ്ങ അഥവാ തണ്ണിമത്തൻ ഓർ വാട്ടർമെലൻ. എന്റെ പൊന്നിന് നസീർക്ക, ഇൻഫോ പാർക്കിലെ ചേട്ടന്മാര് തുടങ്ങി അമ്പലത്തിലെ മേൽശാന്തി വരെ ഇപ്പൊ സൈഡായിട്ട് സർവത്തോടെ തുടങ്ങി. സർവത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജാതി സർവത്ത്. കുലുക്കി സർവത്ത്, പാൽ സർവത്ത്, മൊഹബത്ത്, കലിപ്പനും കാന്താരി, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഇതൊന്നും പോരാണ്ട് 18+ സണ്ണി ലിയോൺ. ചൂടിന് ചൂടാ ബെസ്റ്റ് അല്ലെങ്കിലും ഈ ചൂട് കൂടുമ്പോ ആൾക്കാർ എന്തൊക്കെ ചെയ്ത് കൂട്ടണ്ടെന്നറിയോ? മുറ്റത്ത് ചട്ടി വെച്ച് മുട്ട വറുക്കണ്, മീൻ വറുക്കണ്, ചായ ഇളപ്പിക്കണ്. ഇതൊന്നും പോരാണ്ട് ഇതൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഒരു ക്യാപ്ഷനും ടാഗ് വിത്ത് സൂര്യൻ. ഇതെല്ലാം കണ്ട് ഈ കൊടിച്ചെൻ്റെ ഒരു അമ്മായി ഇപ്പോ മുട്ടടിച്ച മാമനെ എണ്ണ വെച്ച് മുറ്റത്തിരുത്തി മുട്ട വറുത്തുകൊണ്ടിരിക്കുന്നു. പണ്ട് ഇതുപോലെ ചൂട് കൂടിയപ്പോഴേ സൂര്യന് കത്തെഴുതിയൊരു കുട്ടിക്കാലം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അഡ്രസ്സ് അറിയാത്തതുകൊണ്ട് ഇപ്പോഴും അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്. കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടയുടെ കാര്യം ആലോചിച്ചത്. മഴയായിക്കോട്ടെ വെയിലായിക്കോട്ടെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമാണ് കൊട എന്ന് പറയുന്നത്.
പക്ഷെ മഴയത്ത് കുടയെടുക്കാൻ മറന്നാലും വെയിലത്ത് നമ്മൾ ഓർത്താലും കുടയെടുക്കൂല, കൊണ്ടു നടക്കാനുള്ള മടി. പണ്ട് ഈ നനഞ്ഞ കുട ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മടി കൊണ്ട് കുട എടുത്തിട്ടില്ല എന്ന് നുണ പറഞ്ഞ് കൂട്ടുകാരുടെ കുടയിൽ കയറി പോയൊരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി കാണും. മഴയത്തും വെയിലത്തും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അത് KCB ആണ്. വേറൊന്നുമല്ല, സ്വന്തം അച്ഛനമ്മേനെയൊക്കെ മറന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് ജോലിയിൽ മുഴുകിയിരിക്കുന്ന അവരെ ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയുടെ വിളിച്ച് ഓർമ്മിപ്പിക്കലാണ് മലയാളികളുടെ ഒരു പൊതു ഹോബി. എൻ്റെ അച്ഛന് പണ്ട് ഇത് തന്നെയായിരുന്നു പരിപാടി. പക്ഷേ മാമന് KCBയിൽ ജോലി കിട്ടിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഈ ചൂടുകാലത്താണ് ഏറ്റവും കൂടുതൽ കൊതുകുകളെയും കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പൊ നമുക്ക് പുതയ്ക്കാൻ പറ്റൂല, കുത്താൻ നല്ല എളുപ്പം. ഞാൻ എന്തൊരു കണ്ടന്റ് സ്റ്റാൻഡപ്പിന് എടുക്കുമ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് അവലോകനമൊക്കെ നടത്തിയിട്ടാണ് എഴുതാറ്. ഇത് ഗൂഗിളിൽ പോയി ചൂട് മലയാളം നടിച്ചു കൊടുത്തു, ഒടുക്കത്തെ ചൂട്. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി നേരെ യൂട്യൂബിൽ വന്ന് അവിടെ ഇനി ഈ കണ്ടന്റിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എൻ്റെ കെട്ടിയോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാ. അപ്പൊ അങ്ങോട്ട് പറയണേ, നിനക്ക് ചൂടാണെങ്കിൽ തലയിൽ കൂടെ 2 ബക്കറ്റ് വെള്ളം ഒഴുക്കി, എന്നിട്ടും അറിയില്ലെങ്കിൽ 2 ഐസും കട്ട എടുത്ത് കക്ഷത്ത് വയ്ക്കാൻ. ഇങ്ങോട്ട് ശരിക്കും ഇത് അഭിപ്രായം ചോദിക്കാൻ പോയ എൻ്റെ തലയ്ക്കാണോ ചൂടെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ക്ലൈമാക്സ് വേണം. ലോകത്ത് വർഷാവർഷം കൂടി വരുന്നത് സ്വർണത്തിൻ്റെ വിലയും സുക്കർബർഗിൻ്റെ ആസ്തിയുമാണെങ്കിൽ ഇന്ത്യയിൽ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെ വിലയും ജനസംഖ്യയുമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഇന്ത്യ മുഴുവൻ ഇലക്ഷൻ ചൂടിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ വേനൽ ചൂട് അതിൽ കൂടുതൽ. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ കിട്ടിയ അറിയിപ്പ് വെച്ചിട്ട് അടുത്ത മാസം പകുതിയോടുകൂടി മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ മഴ വന്ന് എനിക്ക് പനി പിടിക്കാതിരിക്കുകയാണെങ്കിൽ തണുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. അടിപൊളി. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് എ ഹാറ്റ് ടോപ്പിക്. ഷാജൻ ചേട്ടാ. കാവ്യ ഓ, ഉഗ്രനായിരുന്നു കാവ്യ. നല്ല ചൂടൻ വിഷയങ്ങൾ, അതിനകത്ത് കുടുംബമുണ്ടായിരുന്നു, സ്കൂളുണ്ടായിരുന്നു, എന്തിനെൻ്റെ പ്രായം വരെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നന്നായിരുന്നു. വളരെ രസമാണ് കാവ്യയുടെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ രസമാണ്. ഓരോ കാര്യങ്ങളെടുത്ത് പറയുമ്പോഴേ അതിനൊരു സ്റ്റൈലുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, എല്ലാം കൊണ്ടും രസമായിരുന്നു കേട്ടോ. നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല തമാശ ഉണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, കാവ്യയുടെ നാട് എവിടെയാണ്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര്. ഓക്കെ ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു കാവ്യ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാ. സ്റ്റാൻഡപ്പ് കോമഡി. അങ്ങനെയും പറയാം. വെരി നൈസ് പെർഫോമൻസ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു ബാബു. അല്ല, ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റാണ് കയ്യിൽ കിട്ടിയത്. ചൂട് നല്ലൊരു വിഷയമായിരുന്നു. അത് നല്ല രീതിയിൽ മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പെർഫോം ചെയ്തു. വെരി ഗുഡ്. ഇനിയും ഇതേപോലുള്ള തണുപ്പ് ഇനി ഉടനെ വരുമല്ലോ അല്ലേ? തണുപ്പുമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ ബൈ. അല്ല, കാവ്യക്ക് സ്കിറ്റും സ്റ്റാൻഡപ്പും എല്ലാം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. സിനിമയിൽ അഭിനയിച്ചോ കാവ്യ? സിനിമയിൽ ഉടനെ അഭിനയിക്കും. സൗണ്ടല്ലേ കൊടുത്തോളൂ. ഇനി മിക്കവാറും ഉടലും വരാൻ അഭിനയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. വരും, ഉറപ്പായിട്ട് വരും. നല്ല കഴിവുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു അസിസ്ക. അപ്പം അടുത്ത സ്കിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് അല്ലെങ്കിൽ സ്കിറ്റ് ഇതിൽ കാണാം. അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ തണുപ്പ്. ഇനി ചൂടില്ല, ഇനി തണുപ്പ്. ഓക്കെ, ബൈ, ടാറ്റാ. ഓക്കെ, അപ്പം റെഡി ആണെങ്കിൽ അടുത്ത സ്കിറ്റിന്റെ ടീമിനെ വിളിക്കട്ടെ. മക്കളെ കേറി വാ. ഹലോ, അതെ അതെ അതെ, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്ന് എത്തിയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ അറബിക്ക് 2 പെമ്മക്കളാ. അവർക്ക് റീൽസ് എന്ന് പറഞ്ഞാൽ പ്രാന്ത. അവർക്ക് ഇപ്പോഴേ വഞ്ചിയിൽ നിന്ന് തുഴയണ റീൽസ് എടുക്കണം, അതിനൊരു വഞ്ചി വേണമെന്ന് പറഞ്ഞ് ഞാനാണ് എത്തിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്ത്. ഇതൊക്കെ ഗൾഫിൽ സംഭവം കിട്ടും, എന്നാലും നമ്മൾ ഇവിടെ പണിതല്ലേ നമുക്ക് എന്തെങ്കിലും തടയുള്ളൂ. പണിക്കാരാ അതൊക്കെ. ഞാൻ ഗൾഫിൽ വെച്ച് തന്നെ വിളിച്ചവരെ പറഞ്ഞ് ഏർപ്പാടാക്കി അവരോട് പണിയും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലേ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം, ഞാൻ നോക്കട്ടെ എന്തായെന്ന്. ഹലോ ഹലോ, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് സണ്ണി. ഞാൻ കോന്നിന്ന് വന്നാനി. കണ്ടപ്പോഴേ തോന്നി. ഞാൻ അറിവ് പറഞ്ഞിട്ട് വരുവാ. എന്നാ തിരിച്ചു പോകുമ്പോ സംസ്കൃതം പറഞ്ഞിട്ട് പോകും. താങ്ക് യു. സമൃദ്ധ വാർത്താഹ സുയന്ത പ്രവാചക പരവേന്ത സകരാഹ. ഇത് പറയാൻ വേണ്ടിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത്. അത് വിട്, നിന്റെ ആശാനെ ഞാൻ വിളിച്ചെല്ലാ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഫോട്ടോ എടുത്ത് എനിക്ക് അറബിക്ക് അയച്ചു കൊടുക്കണമെന്ന്. ആശാൻ ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമയില്ല. ആശാൻ എന്തേ? 2 മിനിറ്റ് വിശ്രമിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കടപ്പുറത്തേക്ക് പോയതാ. നീയല്ലേ പറഞ്ഞു ആശാൻ ഒരു പണിയെടുത്താ വിശ്രമിക്കുകയായിരുന്നു. ഈ വിശ്രമം ഒന്ന് കഴിയട്ടെ, പിന്നെ
തുടങ്ങാനല്ലേ ശ്രമം. ആ പണി തുടങ്ങാനുള്ള ശ്രമം. ഫുഡ് കഴിക്കാനുള്ള ശ്രമം. ദൈവം ഇതിനിടയ്ക്ക് എപ്പോഴാണ് അത് പണിയണത്? ഇത് കഴിഞ്ഞ പിന്നെ പരാക്രമ. ആ അത് പണി തീർക്കാനുള്ള പരാക്രമം. ഉളിയും കൊട്ടുവടി എടുത്ത് സഞ്ചിക്കകത്തിട്ടും 5-10 വണ്ടി ഇപ്പൊ പോവടാന്നും പറഞ്ഞോണ്ട് കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട്. അതാണ് കാണേണ്ടത്. എപ്പോ പണി തീർക്കും? നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട, കൃത്യസമയത്ത് തന്നെ പണി തീർത്തു വരും. അങ്ങനെ പണി തീർത്താൽ ആ. നിന്നെ നിന്റെ ആശാനെ ഗൾഫിലേക്ക് ഞാൻ കൊണ്ടുപോകും. ആഹാ. അറബിക്ക് എടുത്തല്ല പിന്നെ നിങ്ങളുടെ പണി കൂടെ നടക്കണം. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല, ആലപ്പുഴ അളിയൻ 2 ഹൗസ് ബോട്ട് ഉണ്ട്. അതല്ല, പാസ്പോർട്ട് എടുത്തിരുന്നോന്ന്. സാറിന്റെ പാസ്പോർട്ട് എന്തേ? എന്റെ കയ്യിലുണ്ട്. പിന്നെ എന്നോട് എടുത്തിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യം? എന്തായാലും എനിക്ക് ഈ സാധനം ഒന്ന് കാണണം. അത് കാണാൻ പറ്റത്തില്ല. ഇതെന്നാ ബോർഡ് കണ്ട? ഇതെന്താണ് അകത്ത് പ്രവേശനം? ആശാനും നിർബന്ധ. അകത്ത് പണി നടക്കുമ്പോ ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊതി കിട്ടത്തില്ലേ? എന്റെ കൊതി കിട്ടാനകത്ത് കോഴിക്കോടനാലും അല്ല ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരം സാധനം കിട്ടണം. ഇന്ന് കിട്ടത്തില്ല. ഇന്ന് 1-ാം തീയതിയാ. കൊലക്കുടി കുടിക്കണ കാര്യമാണോ പറയണത്? ആരാണ്ട് വിളിക്കണു. ദൈവമേ, അറിവ് വിളിക്കണു. പെട്ടെന്ന് റെഡിയാക്കി. ഞാൻ ഒന്ന് പറഞ്ഞ് സോൾവ് കിട്ടാം. ഹലോ, ആശാനെ. ഹലോ. ആശാനെ ഇങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ കുത്തി കുത്തിയല്ല ആശാന്റെ ഒരു ചെവി പോയത്. കാലത്ത് തന്നെ ഇരുന്ന് കൊഞ്ഞനം കുത്താതെ ഇടത്തോട്ട് വാടാ. അപ്പൊ ഇതാണ് പോയത്. എന്റെ ആശാനെ ഇതുപോലെ കുത്തി കുത്തി ഈ ചെവിയും കളഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കത്തില്ല കേട്ടാ. അല്ലെങ്കിലും എനിക്കറിയാടാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കൂല. അയ്യോ, അതുകൊണ്ടല്ല, മുതലാളിമാര് വിളിക്കുന്ന തെറി മുഴുവൻ ഒറ്റയ്ക്ക് കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിനക്ക് എന്നോട് ആത്മാർത്ഥ ഉണ്ടായിട്ട് അത് പറയരുത്. ആശാന്റെ ആത്മാർത്ഥത ചൂഷണം ചെയ്യരുത്. ആശാൻ ഇല്ലാത്തപ്പോ ഓടി രണ്ട് പണിയെടുത്ത് ബാക്കിയുള്ള നിക്കൽ വരെ കീറിയാവാ. എന്റെ ദൈവം, എന്നിട്ടാ കീറ നിക്കിട്ടാണോ നീ കുന്തക്കാലിൽ ഇരുന്ന് പണിയെടുത്തിരുന്നത്? വെറുതെ അല്ല കൊട്ടയില് വീണില്ലാണ്ടിട്ട് കടപ്പുറത്തെ പെണ്ണുകൾ കൂക്കി വിളിച്ച് നടന്നത്. ആശാനെ, എന്റെ മരദേവതേ, ആശാന് പണി അറിയാൻ പാടില്ല ദേവതയെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, ഞാൻ മരദേവതയെന്നാടാ പറഞ്ഞത്. ഈ ദേവതയെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പണി ഏൽപ്പിച്ച ആളെ ഒന്ന് വിളിക്കണം. എന്ത് കാര്യത്തിന്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നമ്മൾ ഈ പണി ഏൽപ്പിച്ചെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. എന്നത്തെ പോലെ കൂമിന് കുത്ത് കിട്ടാൻ ഞാനില്ല. എടാ, കുത്ത് കിട്ടാതിരിക്കണെങ്കിൽ കുരുത്തം വേണം, കുരുത്തം. ഈ കുരുത്തം നമുക്ക് എവിടെന്നാണ് കിട്ടുന്നത്? ആപ്പിൾ മരത്തിന്റെ ചോട്ടിന്ന്. ഐസക് ന്യൂട്ടൻ അവിടുന്ന് ഗുരുത്തം കിട്ടിയത്. ഒരു പട്ടിയെ കഷ്ണം കിട്ടുമോ? കൊതച്ചു കുത്താനാണ്. കൊതച്ചു കുത്താനല്ല, തലയിൽ പൊളിക്കാൻ. എടാ, ഞാൻ ആ കുരുത്തത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എടാ, പണിയിൽ എന്റെ അച്ഛനാണ് എന്റെ ഗുരു. ആ, എല്ലാ വീട്ടിലും കാണും ഇതുപോലെ ഒരാള്. എന്റെ വീട്ടിൽ എന്റെ അമ്മാവനെ എനിക്ക് ഗുരു. എന്റെ ദൈവമേ, പണിക്ക് അപമാനമായിട്ട് ഇവൻ എന്റെ കൂടെ തന്നെ അടക്കുകയല്ല. എടാ, ഗുരുവല്ല, എന്റെ ഗുരുനാഥൻ, അതായത് എന്റെ അച്ഛൻ. ഈ ഗുരുനാഥൻ ഇന്നേ വരെ നല്ലൊരു പണി പിടിച്ച് തന്നിട്ടുണ്ടാ? തുണ്ടല്ല. എടാ, കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഒരു വലിയൊരു പണിയല്ലേ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, പരിചയമില്ല, ആരാന്ന് ചോദിച്ചു. അച്ഛൻ ഒരു ഗമക്ക് വേണ്ടിയിട്ട് പറഞ്ഞ്, ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, തീർത്തിട്ടേ പോകുള്ളൂ. എന്നിട്ട് മുയലുകുഞ്ഞിനെ പൊക്കിയെടുക്കണ്ടല്ലേ പൊക്കിയെടുത്തത്. ആദ്യം തിടിക്കാനാ മുയലുകുഞ്ഞിന്റെ 2 പല്ല് പോയി. ഇപ്പൊ ആ ഗുരുനാഥൻ ചിരിക്കാൻ വിടില്ല. കുതിരാന്തരകത്തിന്റെ കവാടം പോലെ ഇരിക്കേ മോണ. അങ്ങനെ അന്നാ മോണത്തിന് ബോർഡ് കൂടി വെൽക്കം ടു പാലക്കാടെന്ന്. അതുകൊണ്ടല്ല. തർക്കുത്തരം പറയോടാ. ഇപ്പൊ എത്ര അടിച്ച്? 2 എണ്ണം. തർക്കുത്തരം പറയോടാ. എന്താണ് ആചാര്യ ഇത്? മിനിമം 3 എന്റെ കണക്ക്. എന്താണിത്? കരഞ്ഞതാണ്. ഞാൻ വിചാരിച്ച് കടലാമ്പടെ ഫിഗർ പിടിച്ചായിരിക്കും. ആശാനേ, ഇന്നെന്തായാലും പണി തീരുമെന്ന് തോന്നുന്നില്ല കേട്ടാ. എന്ത് പറ്റി? ഒരുപാട് മണലിറക്കൊന്നും പറഞ്ഞിട്ട് ഇറക്കിയിട്ടില്ല. എടാ, നീ ഇവിടെ മരപ്പടിക്ക് വന്നല്ലേ, പിന്നെ മണലെന്തിനാണ് നിനക്ക്? ഉളി തേക്കണ്ടേ? ഡാ, നീ ഉളി ചേർച്ച് തീരണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ സ്റ്റാൻഡ് ആ മൂലക്ക കൊണ്ടുവന്ന് വെക്കണം, അല്ലെങ്കിൽ സുനന്ദയുടെ ബാത്റൂം അപ്പുറത്തുനിന്ന് എവിടെയെങ്കിലും മാറ്റി വെക്കണം. അപ്പുറത്തുനിന്ന് പോയിടാ. അത് കൊള്ളാല്ലേ? ഇത് ശരിയാണ്ടാ, ഒരുപാട് മണലുമ്പോ തീരുവില്ലെന്ന് തോന്നണം. ആശാനേ, അറബിക്ക് പണി ഇഷ്ടപ്പെട്ടാലുണ്ടല്ല. എടാ, അവിക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ ആ പെണ്ണിനെ കെട്ടിക്കോട്ടെ. നീ ആദ്യം ഒരു പെണ്ണ് കെട്ടി ജീവിക്കാൻ നോക്ക്. എന്റെ ദൈവമേ, അടിച്ചുപോയ സ്പീക്കറിലാണല്ലോ ഞാൻ കണക്ഷൻ കൊടുക്കാൻ നോക്കുന്നത്. എന്റെ ആശാനെ, അറബിക്ക് നമ്മുടെ പണി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ദുബായിക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് കിട്ടണത് പോരെ? ഇനി അറബി ചെന്നിട്ട് അവിടെ അറബിയുടെ കുത്തുകൂടി മേടിച്ചു കൂട്ടണോ? എത്ര കിട്ടിയാലും പഠിക്കൂല്ല. എന്റെ ആശാനെ, പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. അയാൾ വന്നേക്കും നമുക്ക് പണി തീർക്കാം. ഏറെക്കുറെ പണികളൊക്കെ കൂടെ ചെയ്തു വെച്ചിട്ട് ബാക്കി ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ നീ എടുത്തു തന്നെ. ആയിക്കോട്ടെ. എടാ, 6-2 പലക എടുത്തേ. 6-2 അല്ലേ? ആശാനെ, ടേപ്പ് എവിടെ വെച്ചേക്കണ്? അതാ കയ്യും കാലും കഴുകണോടത്ത് നോക്കിയേ. എന്ത് സോപ്പ്? ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്? 6-2 എന്നാ വിളിച്ചോ. എന്റെ കയ്യും ആരാണ് കൂടുപാട് കുത്തി തുളച്ചു വെച്ചാൽ ഇത് കയറുന്നില്ലല്ലോ. ആശ തന്നെ കുത്തി പൊളിച്ചതാണ്. ഇപ്പൊ കറക്റ്റ് ആയില്ല.
ഇത്രയും കാര്യമുള്ളു. ഇതാണ് ഞാൻ പറഞ്ഞത്, കുരുത്തം വേണം കുരുത്തം വേണമെന്ന്. ഇതാണ് ഉത്തല. നല്ല കപക്കെട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? എന്ത് ചുമയാ ചുമക്കണത്? അയ്യോ, ഞാൻ ചുമച്ചതല്ല, അറിവ് പറഞ്ഞതല്ലേ. എന്ത് കാര്യത്തിന്? എടാ, നീയല്ലേ പറഞ്ഞത് പണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകുന്നു. നീ ഇങ്ങനെ ചുമ്മാ പഠിക്കാതെ കിടന്നു, ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് പോകും. അല്ലേ പിന്നെ എന്റെ ദൈവമേ, നിന്റെ ആശാൻ എപ്പോ നോക്കിയാലും വിശ്രമത്തിനാടാ. ഇനിയിപ്പോ വിശ്രമിക്കാമല്ലോ, പണി കഴിഞ്ഞല്ലോ. പണി കഴിഞ്ഞാ കാര്യം ചെയ്യാം, നമുക്ക് ഫോട്ടോ എടുത്ത് അറബിക്ക് അയച്ചു കൊടുക്കാം. പിന്നെ നീ ആശാനെ വിളിച്ചോ. ആശാനെ നമുക്ക് വർക്ക് തന്ന ആള് വന്നിട്ടുണ്ട് കേട്ടാ. വർക്കരേന്ന് ആര് വന്നിട്ടുണ്ട്? എന്റെ പൊന്നു, എന്റെ ആശാനെ നമുക്ക് വർക്ക് തന്ന ആള് വന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പണി തീർത്ത സന്തോഷം. അതെ, അതെ, അതെ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് അറബിക്ക് അയച്ചു കൊടുത്താലോ? പിന്നെന്താ? നിങ്ങൾ കൂടെ നിന്നോ. ഇങ്ങോട്ട് കൊടുക്കാനാ? ആശാനെ അങ്ങോട്ട് മാറ്റിക്ക്. നിന്നാ റെഡിയായി നോട്ടാ. നിക്കട്ടെ. ഈ എക്കോ നിർത്തിക്ക, അതിന്റെ കാര്യം പറ. ബെഞ്ച് നിങ്ങളോട് ഞാൻ വഞ്ചി പണിയല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്താണ് പിന്നെ ബെഞ്ച് പണിത് വെച്ചത്? ഇപ്പൊ എനിക്ക് വിളിച്ചത് എന്റെ സാറെ വേറൊന്നുമല്ല, എന്റെ ആശാന്റെ ഒരു സൈഡ് ഇത്തിരി പ്രശ്നമാണ്. അപ്പൊ ഈ വഞ്ചിക്ക് പകരം ബെഞ്ച് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? ഞാനിനി അറബിയോട് എന്നാ പറഞ്ഞ ഇനി അമ്മക്കേ അപ്പുറത്ത് പോയിട്ട് മേൽക്കൂട് പണിയാൻ പോവാ. പുൽക്കൂടാ? അത് ക്രിസ്മസിനല്ലേ ആശാനെ? എന്റെ ദൈവമേ, ഇവന്റെ ചെവി പോയല്ലേ. ചേട്ടാ പ്രസാദേ, ഇത് ഗൾഫുകാരനാണെന്ന് തോന്നുന്നു. ഇത് ഒരു സംശയമില്ല, അവധിക്ക് ഗൾഫിൽ നിന്ന് വന്ന ആളായിട്ട് തോന്നും. അറബിയെ പറ്റിക്കാൻ വന്നാണെന്നും തോന്നും. അറബിയെ പറ്റിക്കാൻ വന്ന ഗൾഫുകാരനായ ഒരു കള്ളൻ. കൊള്ളാം. നിങ്ങൾ 3 പേരും അവരവരുടെ ഭാഗങ്ങൾ അവരവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. എന്നാൽ ചിരിക്കാനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സാധാരണ നിങ്ങൾ വരുമ്പോൾ ഉള്ളത്ര ചിരിക്കാനില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ 3 പേരും നല്ല പെർഫോമേഴ്സ് ആയതുകൊണ്ട് ആസ് യൂഷ്വൽ നിങ്ങളുടെ കഥാപാത്രങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. നല്ല നിങ്ങൾ ഓർത്തോർത്ത് ചിരിക്കാനുള്ള സാധനങ്ങൾ തരുന്ന ആളുകളാണ് നിങ്ങൾ 3 പേരും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം നല്ല തമാശകളുമായിട്ട് നിറച്ച് പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. ചേട്ടാ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ആക്ടിങ് വൈസ് എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടൈം നിങ്ങളൊരു തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നീക്കി കൊണ്ടുവരികയാണെങ്കിൽ, കാരണം കാലം മാറിപ്പോയി. ഇനി നമ്മൾ നല്ല രീതിയിൽ ഓഡിയൻസ് ഒരുപാട് എന്താ പറയുന്ന വ്യൂവേഴ്സുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് നിർത്തണം, ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരണം. ഓൾ ദി ബെസ്റ്റ്. 3 പേരും നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ അത് നിങ്ങൾ മുതലാക്കുക, നമ്മളത് ക്യാഷ് ആക്കുക. മനസ്സിലായി? ക്യാഷ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് കിട്ടുന്നതല്ല. ശരി, ഓൾ ദി ബെസ്റ്റ്. കണ്ടന്റ് ഏതായാലും കൗണ്ടർ ഉണ്ടെങ്കിൽ ചിരിക്കണം. നിങ്ങൾ 3 പേരും നല്ലവണ്ണം ചെയ്യുന്ന 3 ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ കണ്ടന്റുകൾ തപ്പുമ്പോൾ അതിൻ്റെ അകത്ത് കൗണ്ടറൂടെ നിറയ്ക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ചിരിയിലാണ് ഇതിൽ കുറവ് വന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല, അത് നിങ്ങൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് ശ്രദ്ധിക്കുക അടുത്ത പ്രാവശ്യം വരുമ്പോൾ. ഓക്കെ. ഒരു രസകരമായ കണ്ടന്റ് ആയിരുന്നു. അതെ. പക്ഷേ നമുക്ക് വേണ്ടത് കണ്ടന്റിനേക്കാൾ ഉപരി അവരൊക്കെ പറയുന്നത് പോലെ കൗണ്ടറാണ്. എന്തായാലും പിടിക്കണം. പിന്നെ അല്ലാതെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ ആര് പിടിക്കാൻ? പൊളിക്കാം കേട്ടാ. ഓക്കെ, അടിപൊളി. താങ്ക് യു അസിസ്ക. അപ്പോൾ പിന്നെ നമുക്ക് മാർക്സ് ക്യാഷ് വാങ്ങിക്കാം. അസിസ്ക എത്രയാണ്? ഞാൻ ഒരു 3000 രൂപ കൊടുത്തു. ഓക്കെ, 3000 രൂപ ഇട്ടിട്ടുണ്ട്. ഷാജി ചേട്ടാ? ഞാനൊരു 3 മാർക്സ് കൊടുക്കുന്നു. ടോട്ടൽ 6000 രൂപ. നസീർക്ക, നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര നോക്കാം അല്ലേ? 10000 രൂപ. അടുത്ത പ്രാവശ്യം ഒരു സ്ഥാനം കയറ്റി പിടിച്ച് നമ്മൾ അടിപൊളിയാക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് അടുത്ത പ്രാവശ്യം. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഐറ്റം വേറെ. ഓക്കെ, ഒരുപാട് സന്തോഷമുള്ള ഒരു എപ്പിസോഡ്. നമ്മൾ പുതിയ ടീമുകളെ പരിചയപ്പെട്ടു. ആസ് യൂഷ്വൽ എല്ലാ എപ്പിസോഡും ചിരിക്കുന്ന പോലെ കുറെ ചിരിച്ചു. നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ബാബുചേട്ടൻ വന്ന ദിവസം നല്ല ഐശ്വര്യമുള്ള എപ്പിസോഡായിരുന്നു അല്ലേ? ആദ്യത്തെ ഗസ്റ്റ്, ആദ്യത്തെ വരവ് ഗംഭീരമാക്കി. 4 പേർക്ക് ഇങ്ങോട്ടേക്ക് വരാം പ്ലീസ്. തൽക്കാലം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ഉഷാറായിട്ട് പോയി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ഞങ്ങൾ 4 പേരും ആൻഡ് ബൈ ഫ്രം ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.
ഫ്ലവേഴ്സ് കോമഡി ഇതാ